ഹായ് ഓൾ, ദിസ് ഈസ് സുജിനി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അമേസിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു പാർട്ട് ടൈം ജോബ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ ജോബ്, അതൊരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ജോലി ഉള്ളവരായിക്കോട്ടെ, ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമേസിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അമേസിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, തനിക്കിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യകതയുണ്ടോ, ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യേണ്ടതുണ്ട്, എനിക്കിപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഈ ഒരു 20 മിനിറ്റ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താ എന്നുള്ളത്. സോ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരു ഇന്ത്യൻ എക്കോണമിക് ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് പ്രകാരം പറയുന്നത് 1960 കാലഘട്ടങ്ങളിൽ, അതായത് നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു കൂട്ടുകുടുംബത്തിന്, ശ്രദ്ധിക്കുക, ഒരു കൂട്ടുകുടുംബത്തിന് ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 100 രൂപയായിരുന്നു. എന്നാൽ 1980 ആകുമ്പോഴേക്കും എന്താണ്, ആ 100 രൂപ 1000 രൂപയായിട്ട് മാറി. പിന്നെ 2000 കാലഘട്ടമായപ്പോഴേക്കും എന്താണ്, കൂട്ടുകുടുംബമൊക്കെ മാറി അണുകുടുംബമായി, അച്ഛനമ്മ മക്കൾ എന്നീ കാറ്റഗറിയിലേക്ക് വന്നു. ആ ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഒരു മാസത്തെ ചിലവ് 10,000 രൂപയാണ്. എന്നാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം 2020 കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിനും, ഒരു അണുകുടുംബത്തിന് നല്ല രീതിയിൽ, അതായത് മാസാവസാനം ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കണമെങ്കിൽ മന്ത്ലി എക്സ്പെൻസ് എന്താണ്, 1,00,000 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ആലോചിക്കാം. കാരണം ഇപ്പം തന്നെ നമുക്ക് ജീവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച്. കാരണം ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഗ്യാസിന് വില, എല്ലാ സാധനങ്ങൾക്കും, അവശ്യ സാധനങ്ങൾക്കും ഒക്കെ വില കൂടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ തന്നെ 1,00,000 രൂപ മാസവരുമാനമുള്ള ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ജീവിക്കാം. നല്ല രീതിയിൽ മീൻസ് എന്താ, ഒരു അവസാനമാകുമ്പോഴേക്കും മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചിലവ് വന്നു കഴിഞ്ഞാലും മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കണമെങ്കിൽ ആ ഒരു കുടുംബത്തിന് 1,00,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ഈ ഒരു കാലത്ത് നിങ്ങളുടെയൊക്കെ മാസ വരുമാനം എത്രയാണ്? 1,00,000 രൂപയുണ്ടോ? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ 2040 കാലഘട്ടമാകുമ്പോഴേക്കും, നമ്മളില്ലെങ്കിൽ നമ്മളെ മക്കളൊക്കെ ജീവിക്കുന്ന ആ ഒരു സാഹചര്യം ആകുമ്പോഴേക്കും മന്ത്ലി എക്സ്പെൻസ് എത്രയായിരിക്കും? മിനിമം എന്താണ്, ഒരു 10,00,000 രൂപ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓൺടർപ്രണർഷിപ്പ് ഈസ് ദ ബെസ്റ്റ് കരിയർ ചോയ്സ് എന്ന് പറയുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിവാർഡിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മളെ ഭരിക്കാൻ നമ്മൾ ആരുണ്ടാവില്ല, ബോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നാം തന്നെയായിരിക്കും. ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലാണ്. അതേപോലെ വർക്ക് ഇൻ എ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ, ഒരു കറക്റ്റ് നമുക്ക് തോന്നുന്ന ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് ജോലി ചെയ്യാം. നമ്മളെ ചോദ്യം ചെയ്യാനോ, അല്ലേ, കൃത്യസമയത്ത് വരണം, ഇന്ന സമയത്തേ പോകുമോ, അങ്ങനെയുള്ള കാര്യം നമ്മളെ ടൈം കൺട്രോൾ ചെയ്യാൻ എന്താണ്, ആരുണ്ടാവില്ല, നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഓൺടർപ്രണർ ആവാൻ എന്താണ് ആവശ്യം? നമ്മൾ ചിന്തിക്കും ഓൺടർപ്രണർക്ക് ആകെ രണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ളൂ, ഒന്ന് ഐഡിയയും ക്യാപിറ്റലും. പക്ഷേ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്, ക്യാപിറ്റലാണല്ലേ, പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ ക്യാഷ് എന്താണ്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അറേഞ്ച് ചെയ്യും. ഐഡിയ എന്താണ്, അങ്ങനെ ഒരിക്കലും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു 21ാം നൂറ്റാണ്ടിൽ നമ്മളെ കയ്യിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം, അട്രാക്ട് ചെയ്യാൻ പറ്റും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് സൊമാറ്റോ, ഓയ എന്നൊക്കെ പറയുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ടോ? ഇല്ല എങ്കിൽ ഞങ്ങൾ എന്താണ്, നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഐഡിയ പറഞ്ഞു തരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1+1+1 = 3 അല്ലേ? എന്നാൽ 1+1+1 = 111 ഒരു എനർജി തരുന്ന ഒരു 3 ഐഡിയാസ് എന്നാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹെൽത്ത് ആൻഡ് വെൽനെസ്. നമുക്കറിയാം, ആഫ്റ്റർ കൊറോണ ആളുകളൊക്കെ എന്താണ്, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി, അല്ലേ? ആരോഗ്യം എങ്ങനെയൊക്കെ സംരക്ഷിക്കണം, ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസ് വന്നിട്ടുണ്ട്. എത്രയൊക്കെ ഹോസ്പിറ്റൽ വന്നാലും അവിടെയൊക്കെ ആളുകളുടെ തിക്കും തിരക്കുമാണ്. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ആളുകളുടെ എന്താണ്, ഈ ഒരു ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു, എല്ലായിടത്തും ഇന്ന് അൽഫാമ് മന്തിക്കടകളൊക്കെയാണ്. എവിടെയൊക്കെ മന്തിക്കടകളുണ്ട് അവിടെയൊക്കെ തൊട്ടടുത്തായിട്ട് ഹോസ്പിറ്റലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ഹെൽത്ത് അത്രത്തോളം മോശമാവുന്നുണ്ട്. അതിനനുസരിച്ച് എന്താണ്, ആളുകൾ നന്നായിട്ട് ഹെൽത്ത് കെയർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഹെൽത്തിന് വേണ്ടിയിട്ട് എന്താണ്, ആളുകൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇനി ആളുകൾക്ക് ഇപ്പോൾ എന്താണ്, എല്ലാം നേരിട്ട് പർച്ചേസ് ചെയ്യാനാണ് താല്പര്യം, അല്ലെ? വീട്ടിലിരുന്നു കൊണ്ട് എന്താണ്, ഇപ്പോൾ ഒരുപാട് ആപ്പുകളുണ്ട്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര പോലെയുള്ള ഒരുപാട് സെയിൽസ് ആപ്പുകളുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ആപ്പിലൂടെ എന്താണ്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യാനും, അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചയക്കാനും
അയക്കാൻ സാധിക്കും. നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള അതിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ഒക്കെ നമുക്ക് ഏത് രീതിയിലും പർച്ചേസ് ചെയ്യും. ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് കടയിൽ പോകാനൊക്കെ മടിയാണ്. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് നമ്മുടെ US പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് വരെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ രീതിയാണെങ്കിലും ഈ ഒരു ബിസിനസ് മേഖലയിൽ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഇൻ്റർനെറ്റ്. നമുക്ക് ഇൻ്റർനെറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ 1 GB ഡാറ്റ കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നിൽക്കും? ഒരിക്കലുമില്ല. കാരണം ഇൻ്റർനെറ്റ് അത്രത്തോളം ആളുകളെ അഡിക്റ്റ് ആക്കി കഴിഞ്ഞു. കാരണം കൊറോണയ്ക്ക് ശേഷം എല്ലാവരും എന്താണ് ഇൻ്റർനെറ്റ് നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളറിയാം കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതൊരു കടയിലും QR കോഡാണ്. QR കോഡ് ഇല്ലാത്ത കടയിൽ നമ്മൾ പോവില്ല, നമുക്ക് കഴിയില്ല. കാരണം എല്ലാവരുടെ അക്കൗണ്ടിലും എന്താണ് അക്കൗണ്ടിലായിരിക്കും ക്യാഷ്, കയ്യിലുണ്ടാവില്ല. നിങ്ങളെല്ലാം ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെയൊക്കെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമോ? കുറവായിരിക്കും. ആളുകളുടെ കയ്യിൽ ക്യാഷ് കുറവായിരിക്കും. എല്ലാവർക്കും ഗൂഗിൾ പേ ആണ്. ഇപ്പോൾ ഹോസ്പിറ്റലായാലും അമ്പലങ്ങളായാലും ഒക്കെ തന്നെ എന്താണ് QR ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ അത്രത്തോളം ടെക്നോളജി ഡെവലപ്പ് ആയി കഴിഞ്ഞു. സോ മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് എന്താണ് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉൾപ്പെട്ടതായിരിക്കണം. ഇല്ല എങ്കിൽ ആ ബിസിനസ് ഔട്ടായി പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു: ഹെൽത്ത് ആൻഡ് വെൽനസ്, ഡയറക്റ്റ് സെല്ലിംഗ് ആൻഡ് ഇൻ്റർനെറ്റ്. ഈ ഒരു 3 മേഖലയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. എന്നാൽ ഈ 3 മേഖലയും ഒരുമിച്ച് വെച്ച് നിർത്തുന്ന ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ബാംഗ്ലൂരാണ് കമ്പനിയുടെ ആസ്ഥാനം. 2014 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനി ഇപ്പോൾ 10 വർഷം പിന്നിട്ടിരിക്കുന്നു. ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ്, സ്വന്തം ബിൽഡിങ്ങിനാണ് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോക്കിയോ ആസ്ഥാനമായിട്ടുള്ള ബയോആക്റ്റീവ്സ് ജപ്പാൻ കോർപ്പറേഷനാണ്. ദെൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം 5.5 ലാക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള കമ്പനിയാണ്. അതേപോലെ നമ്മുടെ ഫാക്ടറി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ തന്നെയാണ്. നമുക്കൊക്കെ നേരിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറിയും കമ്പനിയൊക്കെയാണ് കേട്ടോ. ദെൻ ഒരു സർട്ടിഫിക്കേഷൻ ആൻഡ് ഇൻ്റഗ്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ബിസിനസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും അതിന് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്, എത്രത്തോളം സർട്ടിഫൈഡ് ആണ്, നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും. സോ കോഷർ സർട്ടിഫൈഡ് പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെയൊക്കെ. GMP സർട്ടിഫൈഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, CIയുടെ മെമ്പറാണ്. അതേപോലെ തന്നെ SAP ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ആണ് കമ്പനി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കമ്പനി എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പനി എന്താണ് എങ്ങനെയൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് ടാക്സ് വെട്ടിക്കാമെന്ന് ചിന്തിക്കുന്നിടത്തു നിന്നും കമ്പനി സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് ടാക്സ് അടിച്ചതിൻ്റെ പേരിൽ GST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അപ്രിസിയേഷനാണ് കാണുന്നത്. അതേപോലെ തന്നെ ഒരുപാട് വേൾഡ് വൈഡ് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കമ്പനി എന്നൊരു അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർണാടക ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ കയ്യിൽ നിന്നും സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ്സ് നമ്മുടെ ചെയർമാനായിട്ടുള്ള C അൻസാർ സാർ ഏറ്റുവാങ്ങുന്ന പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഡക്ട്സ്. നമുക്കെന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പറയുന്നുണ്ടല്ലോ. അസുഖം വരുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണ്. സോ ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് ടുഡേ യു മേ ഹാവ് ടു സ്പെൻഡ് എ ലൈഫ് ടൈം ഓൺ ഇൽനെസ് ടുമോറോ. ഇന്ന് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണം ചിലവഴിച്ചിട്ടില്ല എങ്കിൽ നാളേക്ക് എന്താണ് നമ്മൾ നമ്മുടെ അസുഖത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ പ്രോഡക്ട്സ്, അമേസിങ് പ്രോഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് iPulse. നമുക്കറിയാം ഇന്ന് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഓരോരുത്തരെയും അലട്ടുന്നുണ്ട്. സോ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു മികച്ച ആൻറ്റി ഓക്സിഡൻറ്റ് മൾട്ടി ഫ്രൂട്ട് ജ്യൂസാണ് നമ്മുടെ iPulse എന്ന് പറയുന്നത്. അസൈബറി അടക്കം 15 പഴങ്ങളുടെ ഒരു മിക്സ്ചറാണ് നമ്മുടെ iPulse എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആമസോൺ മയക്കാടുകളിൽ കാണപ്പെടുന്ന അസൈബറിയാണ്. iPulseലെ ഈ ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് അസൈബറി iPulseൽ 14% അടങ്ങിയിരിക്കുന്നത്. കാരണം റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇമ്മ്യൂൺ ഹെൽത്ത് സപ്പോർട്ടാണ്, കാർഡിയാക് സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒരു അസൈബറി കണ്ടുപിടിച്ചത് ഇൻഡസ്ട്രി ഒന്നല്ല കേട്ടോ. കാരണം ഈ ഒരു അസൈബറി നാസ സ്പേസ് ഏജൻസി നമ്മുടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഡെഡ്ലി റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഡ്രിങ്കിൻ്റെ പേരാണ് AS10. ആ AS10ലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അസൈബറി. ആ അസൈബറി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ അമേസിങ് സൂപ്പർ ഫ്രൂട്ടാണ് iPulse എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു iPulse രോഗികൾക്ക് മാത്രമുള്ളതാണ്. ഒരിക്കലുമല്ല. ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപയോഗിക്കാവുന്ന ഒരു അമേസിങ് പ്രോഡക്റ്റാണ് നമ്മുടെ iPulse. രാവിലെ 30 ml വൈകുന്നേരം 30 ml ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ പ്രോഡക്ട്സ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ iCoffee. നമുക്കറിയാം ഇന്ന് നമുക്ക് കേരളത്തിനെ വേണമെങ്കിൽ ഡയബറ്റിസിൻ്റെ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കാം. ഷുഗർ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലോകത്തിൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നു. സോ നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്താണ് ഒരു ഹെർബൽ കോഫിയിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ദാമ്പത്യ പരാജയം, വൃക്ക തകരാറ്, അന്ധത, ഹൃദയാഘാതം, പക്ഷാഘാതം, കൈക്കാൽ മുറിക്കൽ എന്നിവയ്ക്കുള്ള ഒരു പ്രധാന കാരണം നമുക്ക് ഷുഗറാണ്.
അപ്പോൾ ഈ ഒരു ഷുഗറിന് ഒരു പാർശ്വഫലങ്ങളും വരാതെയും വന്നത് പരിഹരിച്ചുകൊണ്ട് പ്രമേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ഹെർബൽ കോഫിയാണ് നമ്മുടെ ഐ കോഫി എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ചരക സംഹിതയിൽ പ്രമേഹം എന്ന അവസ്ഥയ്ക്ക് പരിഹാരമായി നിർദ്ദേശിക്കുന്ന ഒരു കണ്ടന്റാണ് ഏകനായകം. ആ ഏകനായകം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് 2 വേരിയൻറ്റിലായിട്ടാണുള്ളത്, ബ്ലാക്ക് ആൻഡ് ക്രീമർ. സോ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഷുഗർ മൂലമുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സൊല്യൂഷനാണ്. നല്ല അമേസിങ് ഷുഗർ മാനേജ്മെൻറ്റ് പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഐസ്ലിം പ്ലാറ്റമിസ് എന്ന് പറയുന്നത് കമ്പനിയുടെ 3ാമത്തെ പ്രോഡക്റ്റാണ്. ഒരു ഭാരനിയന്ത്രണം പോഷകാഹാരത്തിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് എല്ലാവരും ഈ പൊണ്ണത്തടിയും കുടവയറും ഇല്ലാതെ വടിവത്ത ഒരു ആരോഗ്യം അല്ലെങ്കിൽ ശരീരം ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു അമിതവണ്ണം കാരണം ഒരുപാട് അസുഖങ്ങൾ ഇന്ന് ഓരോരുത്തരെ അലട്ടുന്നുണ്ട്. ഹൃദ്രോഗം, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം പോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ്ലിം പ്ലാറ്റമിസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്നതിലുള്ള ഗുഡ് ഫാറ്റ് ഇൻ ബാഡ് ഫാറ്റ് ഔട്ട് എന്നാണ്. ശരീരത്തിലെ നല്ല കൊഴുപ്പിനെ നിയന്ത്രിച്ചുകൊണ്ട് ചീത്ത കൊഴുപ്പിനെ പുറന്തള്ളുകയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഇതൊരു ബിസ്ക്കറ്റ് രൂപത്തിലാണ്. ഇത് രാത്രി ഭക്ഷണം സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ചീത്ത കൊഴുപ്പിനൊക്കെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകിക്കൊണ്ട് ശാസ്ത്രീയമായി ശരീരഭാരം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കുടവേര കുറയ്ക്കുന്നു, ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു, ദഹനം സുഗമമാക്കുന്നുണ്ട്, അമിത ഭക്ഷണം നിയന്ത്രിക്കുന്നു. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐ ഗ്ലോ. അതായത് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളെ ശരിയാക്കുന്നതോടൊപ്പം ചർമ്മത്തെ പോഷകങ്ങളുടെ സഹായത്തോടെ മനോഹരമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കശ്മീരി സഫ്രോൺ ആണ്. ഇത് ഈ ഒരു ഐ ഗ്ലോ കഴിക്കുന്നതിലൂടെ നമുക്ക് തിളക്കമുള്ള ചർമ്മം, ഈർപ്പമുള്ള ചർമ്മം, നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നുണ്ട്, കരളിനെ വിഷവിമുക്തമാക്കുന്നുണ്ട്, കറുത്ത പാടുകൾ കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് ഡാമേജുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അടിപൊളി സൂപ്പർ പ്രോഡക്റ്റാണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്നത്. രാത്രി ഭക്ഷണം രാവിലെയും രാത്രിയും ഭക്ഷണം കഴിച്ച് 15 മിനിറ്റിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനുമായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്. ദെൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐ കെയർ. എനിക്ക് വളരെ പ്രൗഡാണ്, ഒരു ലേഡി എന്ന നിലയിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ വളരെ പ്രൗഡാണ്. കാരണം 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഐ കെയർ. അപ്പോൾ എന്തുകൊണ്ട് ഈ 35 വയസ്സിന് ശേഷം എന്ന് ചിന്തിക്കും. നമുക്കറിയാം ഈ ഒരു 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ആർത്തവിരോഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മെനപ്പോസിൻ്റെ ഒരു ടൈമാണ്. അപ്പോൾ വിരാമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടാവും. സ്ട്രെസ്, ഡിപ്രഷൻ, ഓർത്തിയോ ആർത്രൈറ്റിസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മൂത്രാശയ ഗർഭാശയ അണുബാധകളും, ലൈംഗിക പ്രശ്നങ്ങൾ, ക്യാൻസർ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുത്ത ഒരു ഇൻക്യുമിൻ കോംപ്ലക്സ് ഫ്യൂഷനാണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പകരം വെക്കാനില്ലാത്ത പ്രകൃതിദത്ത പ്രോഡക്റ്റാണ് നമ്മുടെ ഈ അമേസിങ് പ്രോഡക്റ്റാണ് ഐ കെയർ എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുർക്കുമിൻ, ആസ്പരാഗസ്, ബോസ്വെല്ലിയ, വലേറിയൻ ആണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ദെൻ എള്ള്, കുങ്കുമം, മുത്തിൽ, മുള്ളാത്ത തുടങ്ങിയിട്ടുള്ള സബ് ഇൻഗ്രീഡിയൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരുപാട് ഹോർമോൺ വെൽനെസ് ഓരോ ലേഡിക്കും കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഹോർമോൺ വെൽനെസ്, മസിൽ ജോയിൻറ്റ് സപ്പോർട്ടാണ്, ആൻറ്റി സ്ട്രെസ്, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഐ കെയർ. രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ 35 വയസ്സിന് ശേഷം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിന് ആശ്വാസമായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് എനർജി ഡ്രിങ്കുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഇതൊരു ഒരിക്കലും സെയിൽസിനുള്ളതല്ല, ഒരു കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റാണ്. ഒരു അടിപൊളി ഹെൽത്തി എനർജി ഡ്രിങ്കാണ് കമ്പനി നെക്സ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റായിട്ട് പരിചയപ്പെടുന്നത്. അതൊരു കഫീൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്സ്. സോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻ്റർനാഷണൽ പ്രസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സുള്ള പ്രോഡക്റ്റാണ്. ദെൻ നമുക്കറിയാം ഈ ഒരു ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എങ്ങനെയാണ്. നമുക്ക് ഒരു 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് റേറ്റ് 30 രൂപയും ബാക്കി 70 രൂപ അല്ലെങ്കിൽ 70% പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ച് ആ ക്യാഷും കൂടെ നമ്മളിൽ നിന്ന് വാങ്ങിയിട്ടാണ് വിൽക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 70% അവർ പരസ്യക്കാർക്കും അതേപോലെ തന്നെ ഇടനിലക്കാർക്കുമുള്ള ക്യാഷ് നമ്മളിൽ നിന്നും ഈടാക്കി അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് സാധാരണക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നില്ല. പണക്കാർ എപ്പോഴും പണക്കാരായിക്കൊണ്ടേയിരിക്കണം. പക്ഷേ നമ്മുടെ ഈ ഒരു ബിസിനസ് മെത്തേഡിലൂടെ ഈ ഒരു ബിസിനസ്സിലൂടെ ആ ഒരു പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന ആ ഒരു 70% രൂപ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കസ്റ്റമറായിട്ട് വരാം.
ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറായിട്ട് വരാം, അല്ലെങ്കിൽ വിവ റീറ്റെയിലറായിട്ട് വരാം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാം. ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിലൂടെ 500 രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കമ്പനി നൽകുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിവ ബിസിനസ് ഓണറായിട്ട് നിങ്ങൾക്ക് വരാം. അപ്പോൾ അതിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, റീറ്റെയിൽ ചെയ്യാം, ഒരുപാട് റീറ്റെയിലേഴ്സിനെ നിങ്ങൾക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ്, ഇൻ്റർനാഷണൽ ട്രിപ്പ് അടക്കം ഒട്ടനവധി ബെനിഫിറ്റ്സ് എന്താണ് കമ്പനി നൽകുന്നുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിവ ബിസിനസ് ഓണറായിട്ടായിരിക്കണം ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് യുവർ ചോയ്സ്? നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാം. ദെൻ ഈ ഒരു VBO അല്ലെങ്കിൽ എങ്ങനെ വിവ ബിസിനസ് ഓണറായിട്ട് മാറാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഡിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ 3 ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ 4 പ്രോഡക്ട്സുകൾ സെയിൽ ചെയ്യുക. അത് നിങ്ങൾ അച്ഛനും അമ്മയോ ആവാം, ബ്രദറും സിസ്റ്ററിലോയും ആവാം. നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന അങ്കിൾമാരും ആൻറ്റിമാരൊക്കെ നമുക്കുണ്ടാവും. അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു 3 കസ്റ്റമേഴ്സിന് 4 പ്രോഡക്റ്റ് വീതം സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? VBO വിവ ബിസിനസ് ഓണറായിട്ട് വരാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി നമുക്ക് എക്സ്പെൻഡ് ചെയ്യും. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2 വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാം. നമുക്കറിയാം ഇന്ന് KFC, സ്റ്റാർബക്സ്, അതേപോലെ തന്നെ പിസ്സ ഹട്ട്, ഇവരൊക്കെ എന്താണ് ഒരുപാട് ഫ്രാഞ്ചൈസികളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബിസിനസ്സിൽ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ വരുമാനം നമുക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് വീക്കിലിയാണ് പേയ്മെൻറ്റ് ലഭിക്കുന്നത്. ഏകദേശം 6000 മുതൽ 15000 മുതൽ 30000 രൂപ വരെ വീക്കിലി നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, കൂട്ടുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യും? 50,000 മുതൽ 1 ലക്ഷം രൂപ മുതൽ 2,50,000 രൂപ വരെ വീക്കിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു VBO ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ബെസ്റ്റ് ബെനിഫിറ്റ്സ് ആണ്. ഒരുപാട് ട്രിപ്പുകളും കാര്യങ്ങളും നമ്മൾ എന്ത് ഒരു റാങ്കിനനുസരിച്ച് എന്താണ് നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ സ്റ്റാർ 500 എന്ന റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5 ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോളിസി ഓരോ അപ്ലിക്കൻറ്റിനും എന്താണ് കമ്പനി നൽകുന്നുണ്ട്. സാധാരണ ഈ ഒരു ഇൻഷുറൻസ് പോളിസി എന്താണ് ആഫ്റ്റർ ഡെത്ത് ആണല്ലേ, പക്ഷേ ഇതൊരിക്കലും അങ്ങനെയല്ല. ഹോസ്പിറ്റൽ റിലേറ്റഡ് എക്സ്പെൻസിന് വരെ എന്താണ് കമ്പനി ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ സ്റ്റാർ 1000 എന്ന റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ 3 ദിവസത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ 5 സ്റ്റാർ ഫെസിലിറ്റി കൂടി ബാംഗ്ലൂരിൽ 3 ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി നൽകുന്നുണ്ട്. ദെൻ റോബി എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കോ അപ്ലിക്കൻറ്റിനും ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് തായ്ലൻഡിലേക്ക് പോകാനും, അതേപോലെ തന്നെ പേൾ എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ മലേഷ്യയിലേക്കും, എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലേക്കും, സഫയർ എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ ദുബായിലേക്കും നിങ്ങൾക്കും നിങ്ങളുടെ കോ അപ്ലിക്കൻറ്റിനും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് കമ്പനി നമുക്കൊരു ട്രിപ്പ് നൽകുന്നുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആഴ്ചയിൽ 2.5 ലക്ഷം, മാസം 10 ലക്ഷം എന്ന വരുമാനം വാങ്ങുന്ന ആ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന റാങ്കാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കോ അപ്ലിക്കൻറ്റിലും ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് സിംഗപ്പൂരിലേക്കും സ്റ്റാർ ക്രൂയിസർ എന്ന് പറഞ്ഞ ആഡംബര ഷിപ്പിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരം ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ടാണ് കമ്പനി നൽകുന്നത്. സോ അപ്പോൾ നമ്മൾ VBO ആയിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു ട്രെയിനിങ് ഉണ്ട്. അതാണ് ബിസിനസ് ഓണേഴ്സ് മീറ്റ് അല്ലെങ്കിൽ BOM എന്നൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യണം, ഈ ഒരു നെറ്റ്വർക്കിലൂടെ എങ്ങനെ ഏൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എനിക്കൊരു ബിസിനസ് ചെയ്തുള്ള പരിചയമില്ല, ആദ്യമായിട്ടാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്. ഒട്ടും സംശയം വേണ്ട. കാരണം ഈ ഒരു ബിസിനസ്സിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീമുണ്ട്. അതേപോലെ ഇൻഡസ് വിവ എന്ന കമ്പനി ഉണ്ട്. വൈബ്രൻറ്റ് വിവ എന്നൊരു എഡ്യൂക്കേഷൻ സിസ്റ്റവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സോ ഈ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് പറയാനുണ്ട്. കാരണം ഈ പറയുന്നതൊന്നും വെറുതെ അല്ല. ഇതിലൂടെ ആരെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഏകദേശം 2025 മാർച്ച് 28 ആയപ്പോഴേക്കും 101 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ 12 കോടീശ്വരന്മാർ നമ്മുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽപ്പെട്ടതാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ ഈ പിക്ചറിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മഞ്ചേരിക്കാരനും, മുക്കംകാരനും, വേങ്ങരക്കാരനും, കോഴിക്കോടുകാരനെയും ഒക്കെ എന്താണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ നമ്മൾ ചിന്തിക്കും നമ്മളെ ഭാഗ്യം അല്ലെങ്കിൽ ടാലൻറ്റ് ഇതൊക്കെയാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ഓരോ നിമിഷത്തിലും എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. സോ ഈ ഒരു നിമിഷം നല്ലൊരു തീരുമാനം എടുക്കുക, അത് സ്റ്റാർട്ട് ചെയ്യുക. സോ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് ന്യൂ കരിയർ എന്താണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഫോം ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യുക. അതിൽ KYDC, പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്ബുക്കിൻ്റെ കോപ്പി അടങ്ങുന്ന ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെയെങ്കിൽ സാപ്പ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ലിങ്ക് നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കരിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ നല്ലൊരു തീരുമാനമെടുക്കാൻ ദൈവം നിങ്ങളെ തുണയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. വി വിഷ് യു ഗുഡ് ലക്ക്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു ഓൾ.